പപ്പാ പപ്പാ കോഫി. അപ്പാ 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 കോഫി. ചെന്നങ്ങോട്ട് ചോദ്യരെ നിക്കോളാസ്, മിസ്റ്റർ നിക്കോ. യെസ് അങ്കിൾ. യെസ് അങ്കിൾ. എന്താ? ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ല. ഒന്നുമില്ലേ? എങ്കിൽ ഞാൻ പറയട്ടെ. അങ്കിളിന്റെ ഒരേ ഒരു സൺ മിസ്റ്റർ റോബർട്ട് ബോംബെയിൽ നിന്ന് വരുന്നു. അതെ. കൂടെ ഫാമിലിയും ഉണ്ടാവും. അതെ. അപ്പൊ എല്ലാം കൊണ്ടും കാശിന് വളരെ അത്യാവശ്യമുള്ള ഒരു സമയമാണിത്. വളരെ. വാടക കുടിശ്ശിക തീർത്തു തരണം. മാത്രമല്ല മകൻ വരുമ്പം താഴെ താമസിക്കാൻ സൗകര്യം കുറവായിരിക്കും. അതെ. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിത്തരണം. വളരെ ശരി. അത്രയല്ലേ ഉള്ളൂ. ഇത് അങ്കിൾ പറയാനും ഞങ്ങൾ കേൾക്കാനും തുടങ്ങിയിട്ട് എത്രയോ നാളായി അല്ലെ അങ്കിൾ? അപ്പൊ ഞാൻ നാളെ വരാം. നാളെയും വരണം. ഇതേ ടൈമിന് വരട്ടെ. Papa, Yes. today's program. Let us see. നമുക്ക് മമ്മയുടെ ബാറിൽ പോയാലോ? കൊച്ചുവെളുപ്പങ്ങാത്ത ആര് വരാനാ ബാറില്? എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ചുമ്മാതിരിക്കാമായിരുന്നു. നീ ഏതായാലും താഴെ ന്യൂസ് പേപ്പർ എടുക്ക. ഓക്കെ. ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ലൊട്ടിലൊടുക്ക് പൂച്ച പട്ടി ബിസിനസ്സിനാണെങ്കിൽ ഫ്രിഡിയെ കിട്ടില്ല ബ്രോക്കർ പണിക്ക്. ഓക്കെ ഓക്കെ. യെസ്, ഹിയർ ഈസ് ഇറ്റ്. എലിഫന്റ് ഫോർ സെയിൽ. വെങ്ങാനൂർ കോവിലകം. എലിഫന്റ് കൊള്ളാം, നല്ല വെയിറ്റ് ഉണ്ട്. ലൈറ്റ് ഉണ്ട്, പക്ഷെ വാങ്ങാൻ ആളുണ്ടാവില്ല. യെസ്. കാർ ഫോർ സെയിൽ. 1952 മോഡൽ. 1932 മോഡൽ. എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. പ്രായമാകുമ്പോ കണ്ണിന്റെ കാഴ്ച കുറയും, ചെവിയുടെ കേൾവി കുറവ് കൂടും. അതൊക്കെ സ്വാഭാവികമാണ്. ആരാ പറഞ്ഞു എനിക്ക് പ്രായമായെന്ന്? ആരെങ്കിലും പറയണം. മിസ്റ്റർ നിക്കോളാസ്, ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. കം ഓൺ, കം ഓൺ, ഗെറ്റ് അപ്പ്, ഗെറ്റ് അപ്പ്. ഓ, നമ്മുടെ ബിസിനസ് വിപുലീകരിക്കണമെങ്കിൽ നമുക്ക് ഈ ആനയെ വാങ്ങിച്ച് മറച്ചു വെക്കാം. വെങ്ങാനൂർ കേശവൻ, വെരി ഗുഡ് നെയിം. എടാ, കാറാണെങ്കിൽ പെയിന്റ് മാറ്റി മറച്ചു വെക്കാം. അത് ആനയുടെ കാര്യത്തിലും ചെയ്തൂടെ? ആനയ്ക്ക് എങ്ങനെയാ പെയിന്റ് അടിക്കുന്നത്? ഓ, 36 ഒന്ന് വായിച്ചേ. ആനയുടെ കാര്യമാണോ? കാറ്. എനിക്ക് വയ്യ. 36 റോസ് ഗാർഡൻസ്, സെന്റ് ആൽബർട്ട് സ്ട്രീറ്റ്. സെന്റ് ആൽബർട്ട് സ്ട്രീറ്റ് വളരെ അടുത്താണല്ലോ. അടുത്താണേലും ദൂരെ ആണേലും ആനയുടെ ബിസിനസ്സിനെ ഞാനുള്ളൂ. കാറിന്റെ ബിസിനസ് ആണെങ്കിലേ ഞാനുള്ളൂ. അപ്പൊ ഒരു അലമ്പ് കാണിക്കരുത്. ആന മതി, ആന മതി. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. ഫ്രെഡി നിക്കോളാസ്. എന്താ ഞാൻ തീരുമാനിച്ച പോലെ? പോരാ, ഞാൻ തീരുമാനിക്കും. നിക്കോളാസ്, നിന്റെ പപ്പ. ബിസിനസ്സിൽ പപ്പയെ സണ്ണൊന്നുമില്ല. ഐ വിൽ ഡിസൈഡ്. ഉടക്കെ ഞാൻ ഭയങ്കര അലമ്പാ. ഞാൻ അതിനും മഹാലമ്പരാ. ആന മതി, കാർ മതി, ആന മതി, കാർ മതി, ആന മതി, കാർ മതി. പപ്പ. റെഡി? ആ, ഓക്കെ, മമ്മി തീരുമാനിക്കട്ടെ. ലെറ്റ് us toss. ഓക്കെ. Heads or tails? Tails.
ടൈൽസ് ആണെങ്കിൽ ആന. ഹെഡ്സ് ആണെങ്കിൽ കാറ്. ഓക്കെ. കാറ്. വാടാ. കാർ ഇവിടെ കിടപ്പുണ്ട്. സ്ലോ സ്ലോ. ക്രോസ് ഗാർഡൻ. കറക്റ്റ്. ഇവൻ തന്നെ പാർട്ടി. എന്താ? എന്തു വേണം? പത്രത്തിൽ പരസ്യം കണ്ടു. കാർ ഫോർ സെയിൽ. ഞാൻ മമ്മിയെ വിളിക്കാം. ആരാ? ഹലോ, ഫ്രെഡി നിക്കോളാസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കാർ ബ്രോക്കേഴ്സ് ആൻഡ് കമ്മീഷൻ ഏജന്റ്. ഓഹോ. ഇത് വളരെ പഴയ കാറാണല്ലോ. വേറെ പാച്ച് വർക്ക് ഉണ്ടല്ലേ പാപ്പ? പിന്നെ ഗിയർ ബോക്സ് ആക്സിലേറ്റർ വീക്കാ, മാറ്റേണ്ടി വരും. പിന്നെ പോയി ടയറൊക്കെ പോയി കിടക്ക. മാർക്കറ്റ് കിട്ടില്ല. ഇയറിങ്ങിന് നല്ല പ്ലേ ഉണ്ട്. പ്ലേ വേണം, പ്ലേ വേണം. സ്റ്റേഷനൊക്കെ സെൽഫ് എടുക്കോ? അറിയില്ല, കുറെ നാളെ യൂസ് ചെയ്യാറില്ല. പേരെന്താ? ഫോർട്ട്. ഐ മീൻ യുവർ നെയിം? ഷെറിൻ. കാറിന്റെ മാർക്കറ്റൊക്കെ ഇപ്പൊ പൊതുവേ ഡല്ല. ഇതിപ്പോ ആരുടെയെങ്കിലും പള്ളിക്ക് കെട്ടിവെക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ ഞങ്ങൾ ഈ ബിസിനസ്സുകാരാകുമ്പോ ഒരു ഡീസൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. അതെ. പിന്നെ ഈ ഇത്തരം കാറുകള് ആരും റെഗുലർ യൂസിന് വാങ്ങാറില്ല. പിന്നെ ഒരു ഫാൻസി ഐറ്റം ആയിട്ടൊക്കെ അങ്ങനെ ഒരു കക്ഷിയുണ്ട്, കാണിച്ചു നോക്കാം. പിന്നെ മിസ്സിസ് വില്യംസ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? ഐ മീൻ അയ്യോ, വിലയൊന്നും അറിയില്ല. അതെന്താന്ന് വെച്ചാ ന്യായമായിട്ട് ചെയ്യാം. ന്യായമായിട്ട് ചെയ്യാം. പക്ഷേ സാധനം ഇതായതുകൊണ്ട് ഡോണ്ട് എക്സ്പെക്ട് മോർ. മതിയോ? മുറുക്കിയോ? ഇത്രേ മുറിവെന്നുള്ളൂ. അതിന്റെ അപ്പുറത്ത് മുറുക്കിയോ? അത് അതിന്റെ ഒന്നും അല്ല. സ്റ്റാർട്ടാക്കി നോക്കാം. നീ കയറിയിരുന്നോ? പപ്പ ഇരുന്നോ? അറിയിരിക്കെ, ഞാൻ കിടക്കാം. യെസ്, റെഡിയാ? ഓക്കെ, റെഡി. എന്ത് പറ്റി? ഇത് പറ്റിയല്ല, തള്ളണം. എന്നാ തള്ളാം. ഞാൻ ഒറ്റയ്ക്ക് തള്ളാണ്. അതെ അങ്കിള്. ഇത് ആര്? ഒരു കൈ പിടിച്ചാട്ടെ. എനിക്ക് പ്രഷറാ. ശരീരം അനങ്ങരുതെന്നാ ഡോക്ടർമാര് പറഞ്ഞേക്കണത്. അനങ്ങണ്ട, വെറുതെ ഒന്ന് തള്ളി തന്നാ പോരെ. ഒരു സ്പോർട്ട് സ്പിരിറ്റ് ഒക്കെ വേണ്ടേ? എന്താങ്കിലേ? പിടിച്ചോ. വന്നേ അങ്കിളെ. ഇങ്ങോട്ട് വാ അങ്കിളെ, ചുമ്മാ പിടിച്ചോ. ഗുഡ് മോർണിംഗ് സർ. ഇതാ ഞാൻ പറഞ്ഞ കാറ്. ഇതാണോ? കാണാൻ സ്റ്റൈലായിട്ടുണ്ട്. എത്ര വർഷത്തെ പഴക്കമുണ്ട്? പഴക്കോ? എന്താ സാർ ഈ ചോദിക്കുന്നത്? പഴക്കമില്ലാത്തൊരു സാധനം ഞാൻ സാറിന് കൊണ്ട് തരുമോ? ഇത് സെഞ്ചുറി പാർട്ടിയാ, 100 വയസ്സ്. പലരും കണ്ണു വെച്ച സാധനം ഇത്. പക്ഷെ സാർ ഈ സിറ്റി ജീവിച്ചിരിക്കുമ്പോ ഞാനിത് വേറൊരാൾക്ക് കൊടുക്കില്ല. സാക്ഷാൽ കൊച്ചി മഹാരാജാവ് ക്ഷേത്ര ദർശനത്തിന് യൂസ് ചെയ്ത വണ്ടിയാണിത്. കൊച്ചി മഹാരാജാവോ? യെസ് സാർ, ഇവൻ റോയലാണ്, രാജവംശം.
ആ അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. Yes. ആ ഇതിന്റെ ബുക്കും പേപ്പറും ഒക്കെ എവിടെ? ആ അതൊക്കെയുണ്ട്. ദാ. ഹലോ, കൊച്ചി മഹാരാജാവിന്റെ പേര് വില്യംസ് എന്നായിരുന്നോ? അയ്യോ ഇത് ലോർഡ് വില്യംസ് മഹാരാജാവ്. ലോർഡ് വില്യംസ് കേട്ടിട്ടില്ലേ? ഇല്ല. സാറേ ഇതായത് രാജ്യം മഹാരാജാവിന്റേതാണെങ്കിലും ഭരിച്ചിരുന്നത് വൈസ്രോയ് ആണല്ലോ. ഇത് ലോർഡ് വില്യംസ് വൈസ്രോയ്. സാറ് കേട്ടിട്ടില്ലേ? സാർ ചരിത്രം പഠിച്ചിട്ടില്ലേ? ചരിത്രം പഠിച്ചിട്ടുണ്ട്. ആ. ഇങ്ങനെ ഒരാളെ പറ്റി കേട്ട അതായിരിക്കും അതായിരിക്കും ദോ. അതായിരിക്കും. ഇവിടെ ഇവിടെ വാടോ. തന്നെയാണോ? അല്ല അവനെ ഇവിടെ വാ. എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ്. ആ വാ. എന്താ? ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുത്. അഡ്വാൻസ് മേടിച്ച് പോകലിട്ടേച്ച് കാറോടെ കൊണ്ടൊന്ന് മറച്ചു വെക്കാൻ പോവാ. പതുക്കെ സംസാരിച്ചാ. അഡ്വാൻസ് വാങ്ങിച്ചു എന്നുള്ളത് ശരിയാ. അതങ്ങ് തിരിച്ചു തന്നാ പോരെ. ആ. അല്ല നിങ്ങൾ എന്തിനാ കയറി ചൂടാവുന്നത്? സാറ് ഞാൻ അർഹതയുള്ള ആൾക്കേ കൊടുക്കൂ. ഞാൻ മേനോ സാറുമായി കച്ചവടം ഉറപ്പിച്ചിരിക്കാം. അല്ലേ സാറേ? എന്താ പ്രശ്നം? സാറേ സാറ് തന്നെ പറ. കാര്യം എന്താ? സാറേ ഈ കാറിന് എന്റെ പാർട്ടിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചതാ. വാങ്ങിച്ചത് ശരിയാ. സമ്മതിച്ചു. സാറ് 4 കാശ് കൂടുതൽ കൊടുത്തെന്ന് പറഞ്ഞ് ഈ കാർ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാന്ന് പറഞ്ഞാൽ തന്തയില്ലാത്തല്ലേ സാറേ? തന്തയ്ക്ക് പറഞ്ഞാലേ സാറേ സാറ് തന്നെ പറ. ഞാൻ ആ പാർട്ടിയുടെ മുഖത്തൊക്കെ നോക്കും. വാക്കിന്റെ കാര്യത്തിൽ ബഹു അണിച്ചക്കാരാ, വലിയ തറവാട്ടുകാരാ. നിർത്തത്ത്. തറവാട്ടുകാരോ? ഏത് തറവാട്ടുകാര്? മുണ്ടയ്ക്കൽ തറവാട്ടുകാര് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ വേറെ തറവാട്ടുകാര്. അറിയോ? അറിയോ? നിങ്ങൾക്ക് അറിയോ? താൻ പറയണ്ട. താൻ ഹലോ, മുണ്ടയ്ക്കൽ ശിവരാമമേനോനെ പറ്റി കേട്ടിട്ടുണ്ടോ? പുരാവസ്തു വിദ്വാൻ ശിവരാമമേനോൻ. വേണ്ട വേണ്ട വേണ്ട. എവിടെ ഒരു പുരാവസ്തു ഉണ്ടെങ്കിലും ഈ മേനോൻ അത് വാങ്ങിച്ചിരിക്കും. എനിക്ക് കാണണോ? വാ. ആ എന്താ തന്റെ പേര്? നിക്കോളാസ്. തന്റെ അല്ല, ഫ്രെഡി. എടോ ഫ്രെഡി, ഓ. ഈ കാർ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു. വില എനിക്കൊരു പ്രശ്നമല്ല. തറവാട്ടുകാരന്റെ ഗുണം കാണിക്കും. അല്ല സാറേ എന്ന് പറഞ്ഞാൽ ഏയ്, ഒന്നും പറയണ്ട, വേണ്ട. കണ്ടോ, ഇതെല്ലാം പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പുരാവസ്തുക്കളാ. 1000 വർഷം പഴക്കമുള്ള ഒരു തിമംഗലത്തിന്റെ വാരിയല്ലേ, ഗോവയിലെ ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. എന്താ വില? വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് ജാപ്പനീസ് പഗോഡ. 800 വർഷമാ പഴക്കം. സാറ് എങ്ങനെ ഇതിന്റെ വില നിശ്ചയിക്കുന്നത്? അത് ഇതിന്റെ പഴക്കമനുസരിച്ച്. താനെല്ലാം ശരിക്കൊന്ന് കാണും. എന്റെ തറവാട്ട് മഹിമ എന്താണെന്ന് അപ്പൊ മനസ്സിലാവും. റെഡി, വാ, കാറിനാരും സംസാരിക്കും. വല്ല കൂടോത്രോ മറ്റോ ആണ്. ഇതിലാരെങ്കിലും തൊട്ടാലോ? ഇതിലാരെങ്കിലും തൊട്ടാൽ